ലോകരക്ഷകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഭൗതിക ലോകത്തും ആത്മീക ലോകത്തിലും വ്യക്തിയെ ഞെരുക്കിക്കളയുന്ന അനേക തരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉയർന്നു വരാറുണ്ട്. അല്ലെങ്കിൽ ഓരോ വ്യക്തിയെയും അടിച്ചമർത്തിക്കളയുവാൻ വിവിധങ്ങളാകുന്ന വിഷയങ്ങൾ കടന്നു വരും. പ്രതീക്ഷിക്കാത്ത യുക്തിരഹിതമായ അടിച്ചമർത്തലുകളുടെ മുമ്പിൽ പലപ്പോഴും താറുമാറായി പോകുന്ന മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ ഞാനിവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ ദൈവസന്നിധിയിൽ പങ്കുവയ്പ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം: ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ നിമിത്തം അവരെ ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. അടിച്ചമർത്തലുകൾ ഒരു വ്യക്തിയുടെ ആത്മീക ഭൗതിക ജീവിതത്തെ പല നിലകളിൽ സ്വാധീനിക്കാൻ ഇടയുണ്ട്. ചില സമയങ്ങളിൽ നാം അനുവദിച്ചു കൊടുത്താൽ മാത്രമേ നമ്മളെ അടിച്ചമർത്തുന്ന ചില പ്രശ്നങ്ങൾക്ക് നമ്മളെ തോൽപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഹൃദയത്തെ വിഷാദിപ്പിക്കുകയും അടിച്ചമർത്തുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുകയും ചെയ്യുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങളെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കുവാൻ കഴിയും. എന്നാൽ അടിച്ചമർത്തലുകളുടെ നടുവിലും ധൈര്യം കൈവരിച്ച് ദൈവശക്തിയിൽ ദൈവാത്മാവിൻ്റെ ബലമേറ്റെടുത്തവരായി ഒരുവൻ മുൻപോട്ട് പോകുവാൻ തയ്യാറായാൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത്, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. അതേ, ജീവിതയാത്രയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം പീഡിപ്പിക്കുവാൻ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലവുമായി നമ്മുടെ മുമ്പിൽ വാദിക്കുവാൻ നിൽക്കുന്ന അവകാശവാദങ്ങളോട് ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏറ്റെടുത്തവരായി അതിനോട് പോരാടുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമെങ്കിൽ ശത്രു നമ്മളെ കണ്ട് പേടിക്കത്തക്കവണ്ണം ദൈവം ചില അത്ഭുതങ്ങളെ നമ്മുടെ മേൽ പകരും എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. രണ്ടാമതായി നാം ഇവിടെ ചിന്തിക്കുമ്പോൾ, ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കും തോറും അവർ ഓരോ ദിവസവും വർദ്ധിച്ച് പെരുകി വന്നുകൊണ്ടിരുന്നു. ഓരോ ദിവസവും പീഡനങ്ങൾ, കഷ്ടങ്ങൾ, അനർത്ഥങ്ങൾ, ആപത്തുകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ പീഡനത്തിൻ്റെ മുമ്പിൽ തകർന്ന് ക്ഷീണിച്ച് അവശരായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ പോലെ നിരാശാഭാവത്തിൽ തകർന്ന് വീണ് കിടന്ന് കരയുവാനല്ല, പിന്നെയോ ദൈവാത്മാവേൽപ്പിച്ച ആത്മീക ധൈര്യവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഏറ്റെടുത്തവരായി ദൈവശക്തിയിൽ ധൈര്യത്തോടെ മുന്നേറുക എന്നതിനാണ് പ്രാധാന്യം. മൂന്നാമതായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയിൽ ശൗലിനെ കുറിച്ച് അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിൽ, അനർത്ഥങ്ങളുടെ നടുവിൽ, അപവാദങ്ങൾ പടുത്തുവിടുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെയാണ് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്: ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, ദമസ്കോസിലെയുള്ള യഹൂദന്മാരെ മിണ്ടാതാക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തിയുടെ ഒരു അത്ഭുതമാകുന്ന സോഴ്സായിട്ട് പൗലോസ് മാറുവാനിടയായി തീർന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിൽ വ്യത്യസ്തങ്ങളാകുന്ന അനവധി പ്രതികൂലങ്ങൾ, ആപത്തുകൾ, ദുഃഖങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി നമ്മളെ ബാധിക്കുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ചില നാളുകൾ, വർഷങ്ങൾ തുടർമാനമായി പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നവരായി അല്ലെങ്കിൽ പ്രതിസന്ധിയെ, കഷ്ടങ്ങളെ ഫേസ് ചെയ്യുന്നവരായി നാം തീരുന്നതും ദൈവവചനപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ എന്താണ് നാം ചെയ്യേണ്ടുന്നത്? പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുമ്പോൾ ആൾക്കാർ അപവാദവും പ്രതികൂലങ്ങളും രോഗങ്ങളും വർദ്ധിക്കത്തക്കവണ്ണം നമുക്കെതിരെ പോരടിക്കുമ്പോൾ
അപ്പോസ്തലനാകുന്ന പൗലോസ് ചെയ്യുന്നത് പോലെ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എന്ത് വാചകം നാം പറയുന്നതിലുള്ള ശക്തിയല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, പിന്നെയോ ദൈവ കൃപയിൽ, പിന്നെയോ ദൈവാനുഗ്രഹത്തോടുകൂടി ശക്തി പ്രാപിക്കുന്നവരായി മാറി നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ എതിർപ്പും പ്രതികൂലങ്ങളുമായി കടന്നു വരുന്ന ഒരു ശത്രുവിൻ്റെ ആധിപത്യത്തിനും നമ്മളെ തോൽപ്പിച്ചു കളയുവാൻ കഴിയത്തില്ല. അപ്പോൾ ശൗല് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചതുപോലെ ജീവിതയാത്രയിൽ ഞാനും നിങ്ങളും ശക്തി പ്രാപിച്ച് ദൈവസന്നിധിയിൽ മുന്നേറേണ്ടുന്നത് ആവശ്യമാണ്. പിന്നെയും നമ്മളിവിടെ കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ വലുതായി കാണുമ്പോൾ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശക്തി ചോർന്നു പോവുകയും ധൈര്യം ക്ഷീണിച്ചു പോവുകയും ചെയ്തിട്ട് ധൈര്യം ഇല്ലാത്തവരായി ഞാനും നിങ്ങളും മാറിയിട്ട് വിശ്വാസത്തിൽ സ്റ്റെപ്പുകളെ മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാത്തത് വണ്ണം നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കപ്പെടേണ്ടതായിട്ട് വരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ ഇതുപോലെ ശക്തി ചോർത്തിക്കളയുന്ന ചില പ്രതിസന്ധികൾ, അനർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വരാറുണ്ടെങ്കിൽ അതിനെ ശക്തി ഏറ്റെടുത്തവരായി, ദൈവാത്മാവിൽ അനുഗ്രഹം ഏറ്റെടുത്തവരായി അതിനെ തോൽപ്പിക്കുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, നീതിമാന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രതികൂലങ്ങളും അനർത്ഥങ്ങളുമുണ്ട്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ അതിനേക്കാൾ വലുത്. അങ്ങനെ പ്രതിസന്ധികൾ പലപ്പോഴും കടന്നു വരും. സ്വസ്ഥതയില്ലാത്ത, അരിഷ്ടതകൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ ബാധിക്കുന്ന ഒരു ലോകത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ നീതിമാന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അനവധിയായി വർദ്ധിച്ചു വന്നാലും ഒരു കാര്യം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം രോഗസൗഖ്യവും ആരോഗ്യവും കൽപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വിടുതലുകളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ശക്തരായി, അനുഗ്രഹ നിറവുള്ളവരായി ഈ ദിവസങ്ങളിൽ കൃപയോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടിയിരിക്കുന്നു. അവസാനമായി ഞാനിവിടെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 54 അധ്യായം അതിൻ്റെ 14 വാക്യം വായിക്കുമ്പോൾ, കലശൽ കൂട്ടുന്നവർ നിന്റെ മുമ്പിൽ വീഴും, നിനക്ക് ഭയപ്പെടുവാനില്ല, ആരും നിന്നോട് അടുത്തു വരികയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, കലശൽ കൂട്ടുന്ന അനേകർ, വഴക്കുണ്ടാക്കുന്ന അനേകർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കലശൽ കൂട്ടുന്ന ആരും തന്നെ, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന ആരും തന്നെ നമ്മുടെ മുമ്പിൽ ജയിക്കുവാൻ കഴിയത്തില്ല. കാരണം യോശുവയുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ആരും നിന്റെ ജീവകാലത്തൊരിക്കലും നിന്റെ നേരെ നിൽക്കുകയില്ല. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവകാലം മുഴുവൻ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ പരിപാലിക്കുന്ന സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ അത്യധികമാകുന്ന ദൈവകൃപയും ആത്മാവിൻ്റെ ബലവും ഏറ്റെടുത്ത് ദൈവശക്തിയിൽ മുന്നോട്ട് പോകുവാൻ സർവേശ്വരനാകുന്ന നമ്മുടെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഈ ദിവസങ്ങളിൽ അനർത്ഥങ്ങളുള്ള ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ, ആപത്തുകളും പ്രതികൂലങ്ങളും രോഗങ്ങളുമുള്ള പ്രതിസന്ധികളുടെ നടുവിൽ വിശ്വാസത്തോടെ ധൈര്യമേറ്റെടുത്ത് കൃപയിൽ മുന്നേറുവാൻ അനിവാര്യമാകുന്ന എല്ലാ ദൈവശക്തിയും നിന്റെ മക്കളുടെ മേൽ സ്വർഗം കൽപ്പിച്ചാക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളെ അതിജീവിച്ച് ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചതുപോലെ ദൈവകൃപയിൽ ശക്തി പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ ജനത്തെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മനസ്സറിയണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.